നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ വളരെ പ്രതീക്ഷയോടെ പുതിയ സിനിമയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് താരം. ദിലീപ് നായകനായി എത്തുന്ന പുതിയ സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും നടക്കാവിൽ വച്ചു നടന്നു. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് സംവിധാനം ചെയ്യുന്നത്. ദിലീപിന്റെ 150ാമത്തെ ചിത്രമാണിത്. ലിസ്റ്റിൻ സ്റ്റീഫനും ദിലീപും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ചടങ്ങിൽ സിദ്ദിഖ്, ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ, എം രഞ്ജിത്ത്, സിയാദ് കോക്കർ, എബ്രഹാം, ഷീലു എബ്രഹാം, അനിൽ തോമസ്, ജോർജ് സെബാസ്റ്റ്യൻ, ജിബു ജേക്കബ്സ്, സംവിധായകൻ ബിൻഡോ സ്റ്റീഫന്റെ മാതാപിതാക്കൾ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. ബെനിറ്റ ലിസ്റ്റിൻ സ്റ്റീഫൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എബ്രഹാമും ഷീലു എബ്രഹാമും ചേർന്ന് ക്ലാപ്പ് അടിച്ചു. നായികയും പുതുമുഖമാണ്. ഉപചാരപൂർവ്വം ഗുണ്ടാജയൻ, നെയ്മർ, ജനഗണമന, മലയാളി ഫ്രെയിം ഇന്ത്യ എന്നീ ചിത്രങ്ങളിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത്. മാജിക് ഫ്രെയിംസ് ആണ് വിതരണം. എറണാകുളത്തും പരിസര പ്രദേശങ്ങളുമാണ് ചിത്രത്തിന്റെ ലൊക്കേഷനുകൾ. അതേസമയം താൻ 4 വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു. തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. കോവിഡിന്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. അതിനുശേഷം 2 വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല. എന്റെ പ്രശ്നങ്ങൾ ഒക്കെ തീരണ്ടേ, എന്നാ പിന്നെ എല്ലാം തീർന്നിട്ടാവാം എന്ന് പറഞ്ഞിരുന്നിട്ട് തീരണില്ല. എന്നാ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിക്കും. ഒരു 4 വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കമ്മിറ്റഡ് ആയി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സംവിധായകന് കൊടുക്കുന്ന വാക്കെന്നൊരു സംവിധാനമുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പുതിയ ആൾക്കാർ പുതിയതായിട്ട് എന്തുകൊണ്ട് വരുന്നു നോക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഏത് സീരിയസ് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ നർമ്മത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന രംഗങ്ങൾ അതിലെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത്. ദിലീപിന്റേതായി പുറത്തെത്തിയ ബാന്ദ്ര, വോയിസ് ഓഫ് സത്യനാഥൻ എന്നീ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച അത്ര വിജയം നേടിയിരുന്നില്ല. ഒടുവിൽ റിലീസായ തങ്കമണി എന്ന ചിത്രം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. എന്നാൽ ദിലീപ് ചിത്രം പഴയതുപോലെ ആഘോഷിക്കപ്പെടുന്നില്ല എന്നത് ആരാധകരെയും നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. എങ്ങനെയും തന്റെ താരപ്പട്ടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ജനപ്രിയൻ. അത് ഈ ചിത്രത്തിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നടൻ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.